ഭാഗ്യം ഈയൊരു വാക്കിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്തുണക്കാൻ പിറകിൽ 10,000 സൈന്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിർഭാഗ്യത്തിൻ്റെ കളിത്തോയന്മാരായി മാറിയവർ. ഇന്ത്യയിലെ ഒരു കിരീടത്തിൽ പോലും ചുംബനം നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പലപ്പോഴായി കിരീടത്തിനരികെ എത്തിയിട്ട് പോലും അതെല്ലാം കൈവിട്ടുപോയി. അതെ, നിർഭാഗ്യമല്ലാതെ മറ്റെന്തു പറയാൻ. ഇന്നിതാ ഡൂറന്റ് കപ്പിൻ്റെ അവസാന നിമിഷം പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ വീണ്ടും മടങ്ങുകയാണ്. സോ ഗായ്സ്, അങ്ങനെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറന്റ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും പരാജയപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബാംഗ്ലൂർ FC ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിജയം തന്നെയാണ് കൈവരിച്ചത്. കാരണം ഈ മത്സരത്തിൽ ഉടനീളം പെർഫോം ചെയ്തത് ബാംഗ്ലൂർ FC തന്നെയാണ്. പക്ഷേ അവസാന നിമിഷം പെരേരഡേസ് നമ്മുടെ അന്തകനായി അവതരിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. മത്സരം എങ്ങനെയെങ്കിൽ അവസാന നിമിഷത്തിലേക്ക് പോയി ഒരു പക്ഷേ പെനാൽറ്റി ഷൂട്ടിലെത്തുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, വീണ്ടും നിർഭാഗ്യം നമ്മളെ വേട്ടയാടിയിരിക്കുകയാണ്. ഈ മത്സരത്തിലെ കുറച്ച് ഹൈലൈറ്റ്സ് ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗോൾ കീപ്പർ സൺ കുമാറിന് ഒരു ഹെഡ് ക്ലാഷിൽ സംഭവിച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല നമ്മുടെ സച്ചിൻ സുരേഷ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു. അത് നമുക്ക് തീർച്ചയായും നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം 26-ാം മിനിറ്റിൽ ലൂണയുടെ ഒരു കിടിലൻ ത്രൂ ബോൾ ബോക്സിലേക്ക് വരുന്നുണ്ട്. അത് നോസത്തേക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂർ FCയുടെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ അവിടെ അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്നുണ്ട്. പെരേരഡേസ് നമ്മുടെ അന്തകനായി ഈ കളിയിൽ അവതരിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു പ്രകടനം തന്നെയാണ് ഈ മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ഡിസേർവിംഗ് ആയിട്ടൊരു ഗോൾ തന്നെയാണ് അവിടെ സ്കോർ ചെയ്തത്. മത്സരത്തിൽ ഉടനീളം നമ്മുടെ ഡിഫൻസിനൊക്കെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് പെരേരഡേസ്. ആ മത്സരത്തിൻ്റെ ഒരു 34-ാം മിനിറ്റിലാണ് തോന്നുന്നു ഒരു കിടിലൻ ഷോട്ട്, ബോക്സിൻ്റെ വെളിയിൽ നിന്നൊരു കിടിലൻ ഷോട്ട് വരുന്നത് പെരേരഡേസിൻ്റെ. അത് കൃത്യമായിട്ട് സച്ചിൻ സുരേഷ് സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ കളിയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് പെരേരഡേസ് കാഴ്ചവെച്ചത്. പെപ്പറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2-3 മത്സരങ്ങളിൽ കണ്ട് പെപ്പറെ എല്ലാം കാണാൻ സാധിച്ചത് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കോച്ച് നമ്മുടെ പുതിയ ഡിഫൻഡറായ കോയിഫിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 62-ാം മിനിറ്റിൽ പെപ്പറൊക്കെ പകരമായിട്ട് അദ്ദേഹം ഇറങ്ങുന്നു. അതുപോലെ തന്നെ സഹീഫ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ 2-3 മാറ്റങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിച്ചു. അവസാന നിമിഷത്തിൽ ആ ഗോൾ മാത്രമാണ് നമുക്ക് വില്ലനായി അവതരിച്ചതെന്ന് പറയാൻ. പിന്നെ ഒരുപാട് പൊസിഷൻ ലോസ് ആണെന്ന് കാണാൻ സാധിച്ചു. ഈ മത്സരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് കോച്ചിന് മനസ്സിലായി കാണും. കാരണം ഈ 2-3 മത്സരം കണ്ട ടീമിനെ അല്ലായിരുന്നു. കാരണം ബാംഗ്ലൂർ FC അത്രയും ശക്തമായ ടീമാണ്. കാരണം 3 മത്സരങ്ങളിലും വിജയിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ടീമുമായിട്ടുള്ള പരാജയം അത്തരത്തിലുള്ള ടീമിനെ എങ്ങനെ നേരിടേണ്ടെന്നുള്ളൊരു പാഠം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. കാരണം ഇതുവരെ നമ്മൾ നേരിട്ട് 2 ടീമിനെ പോലെയുള്ള ബാംഗ്ലൂർ FC ശക്തമായ ടീമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടീമിനെ എങ്ങനെയൊക്കെ ഇനി ISL ഉണ്ടാകുമ്പോൾ അവരെ നേരിടാമെന്നുള്ളൊരു പാഠം കൂടി നമ്മളിത് പഠിക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും കോച്ച് ഇനിയും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ടീമിനെ സെറ്റാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.